സഹോദരന്മാരെ, ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ നിങ്ങളെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഏതായാലും ഞാൻ ഇദ്ദേഹത്തിന് മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇദ്ദേഹം വലിയൊരു മുന്തിയ പോലീസ് ഓഫീസറാണെന്ന് പറയുന്നത് കേട്ട് ഈ മുന്തിയ ആൾക്കാർക്ക് മറുപടി പറയാണ്ടിക്കലാണ് ഹൈർ എന്നാണ് എനിക്ക് പലപ്പോഴുമായിട്ട് തോന്നല്. കാരണം ഒരു ശരാശരി ഒരു ലീഗുകാരന്, ഒരു മുന്തിയ ഒരു ലീഗുകാരന് മറുപടി പറഞ്ഞ് ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്നതിനെക്കാട്ടിയും നല്ലത് കേരളത്തിൽ നിന്ന് ദുബൈയിലേക്ക് നടന്നു പോയിട്ട് ബുർജ് ഖലീഫ എടുത്തിട്ട് ചുമലിൽ വെച്ചിട്ട് നടന്നിട്ട് മലപ്പുറം ടോണി കൊണ്ടേക്കുന്നതായിരിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്തോ വലിയൊരു അപരാധം ചെയ്ത പോലെയാണ് ഇദ്ദേഹത്തിന്റെ ഒരു സംസാരത്തിൽ എനിക്ക് മനസ്സിലായി. ഞാൻ സത്യത്തിൽ ആ വീഡിയോയിൽ എന്താന്ന് പറഞ്ഞത്, ഞാൻ പറഞ്ഞത് കേരളത്തിലെ നിയമസഭയിൽ ഒരു മന്ത്രി പ്രസംഗിച്ചോണ്ട് നിൽക്കുമ്പോൾ ഒച്ചപ്പാടാക്കിയ ലീഗ് പ്രതിനിധികളോട് ആ മന്ത്രി പറയാ, ലീഗിന്റെ പ്രതിനിധികളെ നിങ്ങളെ ഒച്ചപ്പാട് ഉണ്ടാക്കല്ല, ഇത് റമദാൻ മാസമല്ലേ, ഞാൻ കൃഷി സംബന്ധമായ കാര്യമല്ലേ പറയുന്നത്, ഇത് പറയുന്നത് നിങ്ങളൊന്ന് കേക്ക് എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ ആ പ്രസംഗം കോട്ട് ചെയ്തിട്ട് പറഞ്ഞ് ലീഗുകാർക്ക് എന്ത് റമദാനെന്ന്. അത് ഇദ്ദേഹത്തിനെ പോലെയുള്ളവർക്ക് തീരെ ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റിയിട്ടില്ല. കാരണം ഇവർ ഉൾക്കൊണ്ട് പോലും ഉൾക്കൊള്ളില്ല. നമുക്കത് പറയാണ്ടിരിക്കാൻ കഴിയില്ലല്ലോ. കാരണം നമ്മളെ മുമ്പിലുണ്ടല്ലോ, തെളിവുകളുണ്ടല്ലോ. കാരണം റമദാന് 27 രാവാന്ന് കൊണ്ടൂർ കുഞ്ഞൂനെ കൊന്നിന്. അത് ആ വീഡിയോ തന്നെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. റമദാൻ 17 മണ്ണാർക്കാട് 2 സഹോദരന്മാരെ അറുങ്കൊല ചെയ്തത്. ചാത്തപ്പരന്ത് മൈഷറ എന്ന് പറഞ്ഞതുപോലെ ലീഗുകാർക്ക് എന്ത് റമദാനി. പിന്നെ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് പ്രതിഫലം നൽകാൻ ഇവരാരാ, ഇവന്റെ കാര്യം നോക്കിയാൽ പോരെ എന്നൊക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ ഈ സഹോദര, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരും ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് പ്രതിഫലം നൽകാൻ ഈ ഭൂലോകത്ത് ഒരു കുട്ടിക്കും സാധിക്കൂല. അത്രമാത്രം നല്ല പ്രവർത്തനം ചെയ്യുന്നവരാണ് നിങ്ങൾ എന്നുള്ള ബോധം എന്നെ പോലെയുള്ളവർക്കുണ്ട്. കേരളത്തിലെ 80% വഖഫ് സ്വത്ത് കട്ടുകൊണ്ടുപോയ വിഭാഗമാണ് നിങ്ങൾ. അതിനെക്കാട്ടിയും വലിയ നല്ല കാര്യം എന്നാന്നുള്ളത് അതിനായിരിക്കാന്ന് പ്രതിഫലം നൽകിയിട്ട് ആവതാക്കാൻ വേണ്ടി പറ്റിയ. കേരളത്തിൽ നിന്ന് നൂറുകണക്കിന് ആൾക്കാരോട് ഹജ്ജിന് കൊണ്ടുപോകാന്ന് പറഞ്ഞ് പൈസ വാങ്ങിയിട്ട് മുക്കിയ ടീമാണ് നിങ്ങളുടെ ടീം. അതിനായിരിക്കാന്ന് പ്രതിഫലം നൽകിയിട്ട് ആവതാക്കാൻ വേണ്ടി പറ്റിയ അനക്കായി നാട്ടുകാർക്കായി ലോകത്തുള്ള ആർക്കെങ്കിലും പറ്റുക? നൂറുകണക്കിന് ആൾക്കാരോട് ഉംറക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങിയിട്ട് മുക്കിയവരല്ലേ നിങ്ങൾ? എത്ര നന്മയാർന്ന പ്രവർത്തനമാണ് നിങ്ങൾ കാഴ്ചവെക്കുന്നത്. അതേപോലെ പാവപ്പെട്ട എത്തിമക്കളുടെ അടക്കം പൈസ വാങ്ങിയിട്ട് ജല്ലറിക്ക് ഷെയർ കൂട്ടാ എന്ന് പറഞ്ഞിട്ട് കോടിക്കണക്കിന് ഉറുപ്പിക കൊട്ടുകൊണ്ടുപോയ മുസ്ലിം ലീഗിന്റെ നേതാവിന്റെ പേരല്ലേ കമറുദ്ദീൻ, അതിന് കൂട്ടുനിന്ന തങ്ങളെ പേരല്ലേ പൂക്കോയാന്ന്. ഇതിനല്ല പ്രതിഫലം ആര് നൽകിയിട്ട് തീർക്കാനായിരിക്കാന്ന് കഴിയുക? അതേപോലെ 44 നിരപരാധികളെ അറുങ്കൊല ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. അത് എത്രമാത്രം നന്മയാർന്ന പ്രവർത്തനമാണ്. ഇതിനല്ല പ്രതിഫലം ആയിരിക്കാന്ന് നൽകാൻ വേണ്ടി പറ്റിയ സഹോദര. മാത്രമാണോ നിങ്ങളെ നേതാവിന്റെ പേരിലുള്ള ആംബുലൻസിലല്ലേ മയക്കുമരുന്ന് കടത്തിയിട്ട് വിളിച്ചേ? അത് എന്റെ നാട്ടിനടുത്താ ആ ആംബുലൻസ്. ഓർമ്മിച്ചോക്കി, ഇതിനല്ല പ്രതിഫലം ആയിരിക്കാന്ന് നൽകാൻ വേണ്ടി പറ്റിയ. അതുകൊണ്ട് നിങ്ങളെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകാനൊന്നും നമ്മളൊന്നും ആളല്ല സഹോദര. നിങ്ങളെ പ്രതിഫലം കൊണ്ട് നിങ്ങൾ പോട്. പിന്നെ ഇതിനെന്തിനാണ് നിങ്ങൾക്ക് എന്തിനാണ് ഈ പ്രതിഫലത്തിന്റെ ആവശ്യം? നിങ്ങൾ നേരിട്ട് സ്വർഗത്തിൽ പോകുന്ന ടീമല്ലേ. നിങ്ങൾ ചെറിയ വിഭാഗാറ്റ അർഷിന്റെ തണൽ നേരിട്ട് കിട്ടുന്ന വർഗ്ഗല്ലേ നിങ്ങളെപ്പോലത്തെ ഒരു വർഗത്തെ അല്ല ഈ ഭൂലോകത്ത് പടച്ചിട്ടില്ലല്ലോ. ഇതിനു മുമ്പ് പടച്ചിട്ടില്ല. ഇനി പടക്കുവോ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളും കൊണ്ട് നിങ്ങൾ പോട് കേട്ടാ. നമ്മൾ നിങ്ങളെ വെടിക്ക് കയറാൻ വേണ്ടി നിൽക്കുന്നില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യണോ, നിങ്ങൾ ചെയ്യുന്ന ഈ നല്ല കാര്യങ്ങളല്ലോ എന്തായാലും ചോദ്യം ചെയ്യപ്പെടൂ. അന്ന് കയ്യും കെട്ടിയിട്ട് നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ മറുപടി പറയേണ്ടി വരൂ എന്നുള്ള ഓർമ്മ നിങ്ങളെപ്പോലെയുള്ളവർക്ക് നല്ലതാണ്.